എന്നാൽ ശമ്പള പരിഷ്കരണം ഉടനെ നൽകും എന്ന് പറഞ്ഞവർ ഇപ്പൊ പറയുകയാണ് 5 വർഷ ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ കഴിയില്ല. അങ്ങനെ നടപ്പാക്കിയാൽ ഖജനാവ് കാലിയായി പോകും. അതുകൊണ്ട് 10 വർഷത്തിലൊരിക്കൽ മാത്രമേ ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ യൂപി സർക്കാർ പറയുന്നത്. ഇത് മാത്രമല്ല, ഒട്ടനവധി കാര്യങ്ങൾ. നിങ്ങളിപ്പോ ഇപ്പൊ ഓണക്കാലമല്ലേ, ഈ ഓണക്കാലത്ത് നിങ്ങൾ റേഷൻ കടയിൽ ഒന്ന് പോയി നോക്കൂ. സാധാരണക്കാരന് ഗവൺമെന്റ് നൽകുന്ന അരിയിൽ എത്ര രൂപയാണ് വർധനവുണ്ടായിരിക്കുന്നത്? 0 അരിക്ക് പൊതുവിപണിയിൽ എത്ര രൂപയാണ് വർധനവുണ്ടായിരിക്കുന്നത്? ഇത്തരത്തിൽ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ. ഈ വിപണിയിൽ ഇടപെടാൻ ഇപ്പോൾ ഈ സിവിൽ സപ്ലൈസ് ഭരണം നടത്തുന്നത് കേരളത്തിന്റെ സിവിൽ സപ്ലൈസ് മന്ത്രിയെ കുറിച്ച് മുമ്പ് ചില ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആ ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഓഴ വാങ്ങാൻ കൂട്ടു തുറന്ന മന്ത്രി എന്ന ആരോപണം 10 വർഷത്തിന് മുമ്പ് ഇതേ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ പേരിലുണ്ടായിട്ടുണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ സിവിൽ സപ്ലൈസ് കൈകാര്യം ചെയ്യുന്നത്. രാജ്യത്ത് കേരളത്തിൽ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ജനങ്ങൾക്കുണ്ടാവുകയാണ് ഈ ഓണക്കാലത്ത്. ഇവിടെ സർക്കാരിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ, സർക്കാരിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിയാൽ ഉടൻ തന്നെ അവർക്കെതിരെ കേസെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഈ സർക്കാരിനെ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. സർക്കാരിനെ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇവർ വോട്ട് ചെയ്തവരൊക്കെ തന്നെ സർക്കാരിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അവരാരും പുറത്തു പറയുന്നില്ല എന്ന് മാത്രമാണ്. കാരണം എന്താ? അനുഭവിക്കുന്നവർക്കാണ് അറിയാം. അനുഭവിക്കുന്നവർ അത് പുറത്തു പറയാൻ പഠിക്കും. ഇപ്പൊ UDF വോട്ട് ചെയ്തവരുടെ അവസ്ഥയും ഈ മൂലപ്പരവുള്ള അസുഖമുള്ള ആൾക്കാരുടെ അവസ്ഥയാണ്. പുറത്തു പറയാൻ പഠിക്കാതെ വിഷമം ഉള്ളിലൊതുക്കി അങ്ങനെ പോവുകയാണ് നമ്മുടെ യൂപി സർക്കാർ. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞൊരു കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞാൽ, ഈ ശ്രീമാൻ നമ്മുടെ യൂപി മുഖ്യനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞാൽ അപ്പൊ തന്നെ പേടിച്ച് വിറച്ച് മെറ്റയുടെ മുമ്പിൽ ചെന്ന് ഓച്ചാനിച്ചു നിന്ന് അതൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്യിക്കുകയാണ്. പ്രിയമുള്ളവരെ, ലോകത്തെ കിടുകിടാ വിറപ്പിക്കുന്നു എന്ന് സ്വയം അഭിമാനിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിന്റെ അവസ്ഥ ഇപ്പൊ എന്താ? ട്രംപ് ഇപ്പൊ പേടിച്ച് വിറച്ച് സ്വന്തം മകന്റെ വിവാഹത്തിന് പോലും പോകാൻ കഴിയാതെ പേടിച്ച് വിറച്ച് മുറിക്കകത്ത് അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാറ്റകളെ കണ്ട് പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ഇവിടെ കേരളത്തിലെ മുഖ്യൻ ബാലസംഘം കുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും മെറ്റയെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ്. പേടിയാണ്, ഭയമാണ്. ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയായാലും ഇവിടെ കേരളത്തിലെ മുഖ്യനായാലും ഭയമാണ് ഇവരെ നയിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ജീവനക്കാരെയും അധ്യാപകരെയും വിരട്ടിക്കളയാം. ഞങ്ങൾ ഇവിടെ ഒരു ബാനർ കെട്ടിയപ്പോൾ ആ ബാനർ ഇവിടെ കെട്ടാൻ പാടില്ല എന്നാ പറഞ്ഞത്. ഒട്ടനവധി സമരങ്ങൾ കണ്ട സ്ഥലമാണ് ഈ സെക്രട്ടേറിയറ്റ്. നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടന്ന ഇനിയും നടക്കുന്ന സ്ഥലമാണ് ഈ സെക്രട്ടേറിയറ്റ്. ഇവിടെ ഒരു ബാനർ കെട്ടിയാൽ പേടിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ കേരളത്തിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും അതോടൊപ്പം തന്നെ അധ്യാപകർ അവർക്ക് അർഹതപ്പെട്ട ആ ട്രാൻസ്ഫർ നടപ്പിലാക്കണം. അതോടൊപ്പം തന്നെ PSC വഴി നിയമനം നേടിയിട്ടുള്ള പുതിയ തലമുറയിലെ കുട്ടികൾ അവർ എത്ര കഷ്ടപ്പെട്ടാണ്, അവരുടെ വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയെ തകർക്കുന്നതിന് എതിരെ കൂടിയാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. അവർക്ക് ശമ്പളം നൽകണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ മുട്ടയ്ക്ക്, പാലിന് തുടങ്ങിയ ഈ കുട്ടികൾക്ക് നൽകുന്ന സാധനങ്ങൾക്ക് നിയന്ത്രണാതീതമായി വില വർദ്ധിച്ചിരിക്കുകയാണ്. അതിനനുസരിച്ച് അവയ്ക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കണം. ഇത്തരത്തിലുള്ള ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലെമ്പാടും ജില്ലാ കേന്ദ്രങ്ങളിൽ KSTA അധ്യാപകരുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നത് KSTയുടെ ജനറൽ സെക്രട്ടറി TK ഷാബി സാറാണ്. ഷാബി സാറിനെ ഏറെ സ്നേഹത്തോടെ, ഏറെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ KSTയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് A നജീബ് പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ധർണയിൽ KSTയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് PV രാജേഷ് പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെ ഏറെ ബഹുമാനത്തോടെ, ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ KSTയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരം ജില്ലയുടെ ചുമതലക്കാരനുമായിട്ടുള്ള സഖാവ് സിജോ സത്യൻ പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
ഈ യോഗത്തിൽ KSTയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സഖാവ് പി സുജു മേരി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവിന് സ്വാഗതം ചെയ്യുകയാണ്. KSTയുടെ സംസ്ഥാന നേതാക്കന്മാരായിട്ടുള്ള സഖാവ് BM ശ്രീലത, സഖാവ് പ്രസാദ് രാജേന്ദ്രൻ അടക്കമുള്ള ജില്ലാ ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ ജില്ലാ ഭാരവാഹികൾക്കുള്ള നേതാക്കൾ ഒക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ സബ് ജില്ലകളിൽ നിന്നെത്തിയിട്ടുള്ള KSTയുടെ ഉശിരന്മാരായിട്ടുള്ള പോരാളികൾ ഇന്ന് വൈകുന്നേരം വരെയുള്ള സമയത്ത് പരീക്ഷ നടത്തിയതിനു ശേഷം നമ്മുടെ അവകാശ സമര പോരാട്ടത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള KSTയുടെ ഉശിരന്മാരായ പ്രവർത്തകർ, നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് യോഗം നിയന്ത്രിക്കുന്നതിനായി KSTയുടെ അധ്യക്ഷൻ സഖാവ് അർഷിബുവിനെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.